Okay, so guys, ഇന്നൊരു PC build വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. PC ഓൾറെഡി സെറ്റ് ആണ്. ഇത് ട്രിവാൻഡ്രം ബേസ്ഡ് നമ്മളൊരു കസ്റ്റമറിന് വേണ്ടി ബിൽഡ് ചെയ്തൊരു PC ആണ്. ലാസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തത് 12400F 12th ജനറേഷൻ ഇന്റൽ ബേസ്ഡ് ഒരു എൻട്രി ലെവൽ DDR5 ബിൽഡ് ആയിരുന്നു. ഇന്ന് വി ആർ ഗോയിങ് വിത്ത് ടീം റെഡ് AMD ബേസ്ഡ് ഒരു DDR5 ബിൽഡ് ആണ്. ബഡ്ജറ്റ് ആസ് ഓഫ് നോ ഒരു 70K റേഞ്ചിൽ വരുന്ന ഒരു ബിൽഡ് ആണ്. ഓഫ് കോഴ്സ് ഇതിൽ GPU നമ്മൾ റീഫർബിഷ്ഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ തുടങ്ങാം.
ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, ഇൻ കേസ് AMD സൈഡ് നിങ്ങൾ DDR5 പ്ലാറ്റ്ഫോമിലേക്ക് മൂവ് ആകാൻ നോക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ് കൂടും. ബിക്കോസ് ഇന്റൽ സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് 12th ജനറേഷൻ തൊട്ട് DDR5 സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസർ ലൈനപ്സ് ഉണ്ട്. പക്ഷേ AMD സൈഡ് ഇപ്പോൾ ഉള്ളത് നമുക്ക് AM5 മാത്രമാണ്. AM5ഉം കുറച്ച് കോസ്റ്റ് കമ്പയർ ടു ബാക്കി ഇന്റൽ പ്രോസസേഴ്സ് കുറച്ച് കൂടുതലാണ്. സോ റഫ്ലി അറൌണ്ട് ഒരു 5,000 to 8,000 റുപ്പീസിന്റെ പ്രൈസ് ഇൻക്രിമെന്റ് ഉണ്ടാവും ഇൻ കേസ് നിങ്ങൾ AM5 ബേസ്ഡ് ഒരു DDR5 ബിൽഡ് നോക്കുന്നുണ്ടെങ്കിൽ. സോ ഇവിടെ നമ്മൾ എന്തായാലും ചൂസ് ചെയ്തേക്കുന്നത് Ryzen 5 7600 പ്രോസസർ ആണ്, നോൺ എക്സ് വേരിയന്റ്. സോ ആസ് ഓഫ് നോ ഏറ്റവും സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ള പ്രോസസർ ഇത് മാത്രമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് 7600X വരുന്നത്. സോ 7600ഉം 7600Xന്റെ പ്രൈസിംഗ് 1,000 to 2,000 റുപ്പീസ് റേഞ്ചിന്റെ ഡിഫറൻസ് ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് AMD കൂട്ടുന്നുണ്ട്, ഇടയ്ക്ക് അത് കുറയുന്നുണ്ട്. സോ ഡിപ്പെൻസ്. നിങ്ങൾക്ക് എക്സ്ട്രാ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 7600X എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ 7600X എടുക്കുന്നുണ്ടെങ്കിൽ B650 മദർ ബോർഡാണ് മോസ്റ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നത്. സോ Ryzen 5 7600 6 കോഴ്സും 12 ത്രെഡ്സും വരുന്ന എൻട്രി ലെവലിലെ ഏറ്റവും ബെസ്റ്റ് CPU ആണ്. ലൈക്ക് പവർ കൺസംഷൻ വൈസ് നോക്കുക ആണെങ്കിലും 7600Xനെക്കാളും കുറവാണ്. 65 വാട്ട്സ് ആണ് സ്റ്റാർട്ടിംഗ് TDP വരുന്നത്. നെക്സ്റ്റ് മദർ ബോർഡ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്തേക്കുന്ന ആസ്റോക്കിന്റെ A620M HDV M2 Plus എന്ന മോഡലാണ്. സോ സെയിം മോഡൽ തന്നെ M2 ആൻഡ് M2 Plus രണ്ട് വേരിയൻസ് ഉണ്ട്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് M2 Plus എടുക്കുന്നതാണ്. ബിക്കോസ് ഇതിന്റെ VRMs കുറച്ചുകൂടി മറ്റേതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആണ്. എന്തോ ബേസിക് ഒരു AM5 മദർ ബോർഡ് ആണെങ്കിലും പല ബെഞ്ച് മാർക്സ് അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി, A620 എന്ന ആസ്റോക്കിന്റെ മോഡൽ നല്ലതുപോലെ തന്നെ ഹയർ പ്രോസസേഴ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് അത്യാവശ്യം ഡീസന്റ് പെർഫോമൻസ് തന്ന ഒരു മദർ ബോർഡാണ്. ഒരു ഡൗൺ സൈഡ് ഉള്ളത് ബഡ്ജറ്റ് സീരീസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ARGB ഹെഡേഴ്സ് ഒന്നുമില്ല. ടൈപ്പ് സി പോലത്തെ ഹെഡേഴ്സ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിൽ വരത്തില്ല. ഇൻ കേസ് കുറച്ചുകൂടി ബെറ്റർ മദർ ബോർഡ് നോക്കുന്നുണ്ട്, ഐ മീൻ ഫീച്ചേഴ്സ് വൈസ് ബെറ്റർ മദർ ബോർഡ് നോക്കുന്നുണ്ടെങ്കിൽ ആസ്റോക്കിന്റെ തന്നെ A620M Pro RS മോഡൽ നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ B650 MSIയുടെ ഈ പർട്ടിക്കുലർ മോഡൽ നോക്കാം. ഇതും ഒരു 13,000 ഈ പ്രൈസ് റേഞ്ച് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ നിയർലി അണ്ടർ 10,000 റേഞ്ച് നോക്കുന്നുണ്ടെങ്കിൽ ആസ്റോക്കിന്റെ ഈ പർട്ടിക്കുലർ ബോർഡ് നല്ലൊരു ബോർഡാണ്. 2 RAM സ്ലോട്ട്സ് ആണുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു സിംഗിൾ 16GB DDR5 RAM ആണ് യൂസ് ചെയ്യുന്നത്. കോസൈന്റെ വെഞ്ചൻസ് LPX DDR5 5200 MHz RAM നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 16GB യൂസ് ചെയ്യാം, നോ ഇഷ്യൂസ്. നെക്സ്റ്റ് സ്റ്റോറേജ് നമ്മൾ SSD യൂസ് ചെയ്ത ക്രൂഷ്യലിന്റെ P3 1TB SSD ആണ്. പ്രോസസർ കൂൾ ചെയ്യാൻ നമ്മൾ കൂളർ മാസ്റ്ററിന്റെ ഹൈപ്പർ 212 സ്പെക്ട്രം V3 എന്ന എയർ കൂളർ ആണ് യൂസ് ചെയ്യുന്നത്. അറൌണ്ട് 2000 പ്രൈസ് റേഞ്ച് വരും. ആൻഡ് പവർ സപ്ലൈ നമ്മൾ ഈ ബിൽഡിൽ യൂസ് ചെയ്യുന്നത് ഡീപ് കൂളിന്റെ PK650 80+ ബ്രോൺസ് റേറ്റഡ് PSU ആണ്. ആൻഡ് ക്യാബിനറ്റ് നിങ്ങൾ ഈ കാണുന്നത് കൂഗർ ബ്രാൻഡിന്റെ MX410 മെഷ് എന്ന ഒരു കോമ്പാക്ട് മിഡ് ടവർ ക്യാബിനറ്റ് ആണ്. ആക്ച്വലി കേസിന്റെ കാര്യത്തിൽ 1-2 റിവിഷൻസ് വന്നു. ഫസ്റ്റ് നമ്മൾ ഇതാണ് പ്രപ്പോസ് ചെയ്തത്. പക്ഷെ ഇത് നമുക്ക് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. ഐ തിങ്ക് ഒരു 2 വീക്സിന്റെ ഡിലേ ഉണ്ടായിരുന്നു. സോ ആ ഗ്യാപ്പിൽ നമ്മൾ വേറൊരു കേസ് നോക്കി ആന്റിസ്പോർട്സിന്റെ ICE 410TG എന്ന മോഡൽ ഓർഡർ ചെയ്തു. സോ ആ ഒരു കേസ് എത്തിയപ്പം അതിലാണ് നമ്മൾ ബിൽഡ് ചെയ്ത് തുടങ്ങിയത്. നിങ്ങൾ ബിൽഡ് വീഡിയോ നോക്കുവാണെങ്കിൽ നമ്മൾ ആ കേസിലാണ് ആക്ച്വലി ബിൽഡ് ചെയ്യുന്നത്. പക്ഷെ അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പം കേസ് കുറച്ച് വലുതായിട്ട് തോന്നി. ബിക്കോസ് ഒബ്വിയസ്ലി നമ്മളൊരു മൈക്രോ ATX മദർ ബോർഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഓവറോൾ നോക്കിയപ്പോൾ കേസ് ഒത്തിരി വലുതായിട്ട് തോന്നി. ആ ഒരു ടൈമിലാണ് ഈ കേസ് നമുക്ക് റിസീവ് ആയത്. ഇവൻ GPU നോക്കുവാണെങ്കിലും GPUലും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, GPUന്റെ കാര്യം പറഞ്ഞില്ല. GPU നമ്മൾ ഈ ബിൽഡിൽ യൂസ് ചെയ്തേക്കുന്ന RTX 3060Ti എഡിഷൻ ആണ്, 8GB വേരിയന്റ്. അപ്പോൾ ഇതും ഇനീഷ്യലി നോക്കുവാണെങ്കിൽ നമ്മൾ 3060Ti ഫൗണ്ടേഴ്സ് എഡിഷൻ ആണ് പ്ലാൻ ചെയ്തത്. നമുക്ക് കിട്ടിയത് അതായിരുന്നു. ഫൗണ്ടേഴ്സ് എഡിഷൻ ആയതുകൊണ്ട് തന്നെ പ്രൊപ്പറേറ്ററി കേബിൾ ആണ് അത് യൂസ് ചെയ്യുന്നത്. സോ ആ കേബിളിൽ എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് റീപ്ലേസ് ചെയ്തിട്ട് സോട്ടാക്കിന്റെ ട്വിൻ എഡ്ജ് ഈ പർട്ടിക്കുലർ മോഡൽ എടുത്തത്. ഓവറോൾ ടോട്ടൽ ഇതാണ് സ്പെക്സ്. ബഡ്ജറ്റ് വന്നിരിക്കുന്നത് നിയർലി അറൌണ്ട് 70,000 റുപ്പീസ് ആണ്. സോ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് മദർ ബോർഡ് ചേഞ്ച് ചെയ്യാം. RAM വേണമെങ്കിൽ ഡ്യുവൽ RAM യൂസ് ചെയ്യാം. ഈവൻ GPU ചോയ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയത് വേണമെങ്കിൽ RTX 4060 ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് റേഞ്ച് 4070 ആയാലും 4070Ti ആയാലും ഈസിലി ഹാൻഡിൽ ചെയ്യും, കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച്. സോ ഇൻ കേസ് ഇതേ ബഡ്ജറ്റ് റേഞ്ച് സിമിലർ ഒരു സ്പെക് ബേസ്ഡ് PC നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഈ പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. എനിവേസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് PC ബിൽസ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ ഡെലിവർ ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.